രണ്ടാഴ്ചക്കകം ആക്രമിക്കും എന്ന് പറയുന്നത് മറ്റ് സന്നാഹങ്ങൾ ഒരുക്കി ഇറാനെ വളയുകയും അവർക്കൊരു പ്രഷർ കൊടുക്കുകയും ആ പ്രഷറിൽ നിർത്തിക്കൊണ്ട് ഒരു പക്ഷേ ഒരു ഡിസ്കഷൻ ടേബിളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു മാറ്റത്തിന് ശ്രമിക്കാമോ എന്നുള്ളതും കൂടെ യു എസിൻ്റെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ സെനറ്റിൻ്റെ ഒരു അപ്രൂവൽ ഒരു യുദ്ധത്തിന് അത്യാവശ്യമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ പ്രസിഡന്റിന് ചില ചെറിയ അറ്റാക്കുകൾ നടന്നാൽ ഒരു ഫുൾ ടൈം വാറിലേക്ക് പോകണമെങ്കിൽ അത് സെനറ്റിൻ്റെ ഒരു അപ്രൂവൽ വളരെ അത്യാവശ്യമാണ്. ആ ഒരു സമയവും ഒക്കെ ഇതിനകത്ത് നിർണായകമാണെന്ന് തോന്നുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തോന്നുന്നു അവർ നിയമങ്ങളെല്ലാം ലംഘിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇസ്രായേൽ വാദിക്കുന്നത് ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറയപ്പെടുന്ന സാധനങ്ങൾ, അതായത് യുദ്ധരംഗത്ത് നിന്ന് തന്നെ പൂർണ്ണമായിട്ട് അത് ബാൻ ചെയ്ത വസ്തുവാണ്, അതുപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നതെന്ന് പറയുന്നുണ്ട്. ഇവിടെ പക്ഷേ UN അടക്കമുള്ളവർ മൗനം പാലിക്കുന്നു ആ കാര്യത്തിൽ. അതൊരു ആശങ്കയല്ലേ? തീർച്ചയായിട്ടും വളരെ ആശങ്കയുണ്ടാക്കുന്ന പ്രവൃത്തികളാണ്. ഒരു വിഷവാതകങ്ങളടക്കം ചേർത്തുകൊണ്ട് മിസൈലുകൾ വർഷിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതൊക്കെ ഒരു എത്തിക്സിന്, വാർ എത്തിക്സിൻ്റെ ചില കണ്ടീഷനുകൾക്ക് വിരുദ്ധമാണ്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇസ്രായേൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്.